പാതയോരങ്ങളിലെ എരിയുന്ന വയറുകൾക്ക് സ്നേഹപ്പൊതികൾ സമ്മാനിച്ച് മുംബൈ മലയാളി യുവാക്കൾ. മഹാരാഷ്ട്രയിലെ മലയാളി സമാജങ്ങളുടെ പ്രവർത്തന മേഖലയിലേക്ക് പുതിയ തലമുറ കടന്നുവരുന്നില്ലെന്ന ചർച്ചകൾ സജീവമാകുമ്പോഴാണ് ഒരുപറ്റം യുവാക്കളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശ്രദ്ധ നേടുന്നത്. മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി 100-ലധികം മലയാളി സമാജങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സംഘടനകളുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് യുവജനങ്ങൾ കടന്നുവരില്ലെന്ന ചർച്ചകൾ സജീവമാകുമ്പോഴാണ് ഒരുപറ്റം മലയാളി യുവാക്കളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശ്രദ്ധ നേടുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ മലയാളി സമാജത്തിലെ 100-ലധികം അംഗങ്ങളുള്ള യുവജന വിഭാഗമാണ് കഴിഞ്ഞ ദിവസം അശരണർക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്ത് മാതൃകയായത്. കേരള സമാജം യൂത്ത് മെമ്പേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടികൾ ആദ്യമായി തുടങ്ങിയത്. ആദ്യം തന്നെ ഞങ്ങളൊരു ചെറിയതായ ഒരു ക്ലീനിങ്ങിലൂടെയാണ് ഞങ്ങൾ ആരംഭിച്ചത്. പിന്നെ അതിനുശേഷം മെമ്പേഴ്സ് വരികയും ഞങ്ങൾ അതിനെ കൂടുതലായി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയായിരുന്നു. പാതയോരങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ജീവിക്കുന്ന നിർധനർക്കാണ് സഹായങ്ങൾ എത്തിച്ചു നൽകിയത്. ഓരോ വൃദ്ധസദനങ്ങളിൽ വിസിറ്റ് ചെയ്ത് അവർക്ക് ഒരു നേരത്തെ റേഷൻ സ്റ്റേഷനറി കൊടുക്കുക, പിന്നെ അതേപോലെ തന്നെ വഴിയിലിരിക്കുന്ന പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരങ്ങൾ കൊടുക്കുക. ഇനി അതേപോലെ കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ പ്ലാനുകളുണ്ട്, പൈപ്പ് ലൈനിൽ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ കുറേ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് ത്രൂ സോഷ്യൽ മീഡിയ വി ആർ ഇനിഷ്യേറ്റിംഗ് മെനി മെമ്പേഴ്സ് ടു കം. സോ ഇനിയും മലയാളി യൂത്ത് മെമ്പേഴ്സിനെ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നു നമ്മളെ കേരളീയ സമാജത്തിന് വേണ്ടി. സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടുതൽ പേരുടെ പങ്കാളിത്തം ഉറപ്പാക്കി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഡൊംബിവിലി കേരളീയ സമാജത്തിലെ യൂത്ത് വിങ്ങിലെ അംഗങ്ങൾ. പ്രേംലാൽ, കൈലി ന്യൂസ്.